നാം ഓരോരുത്തരും കടന്നു പോകുന്നത് കലിയുഗത്തിലൂടെയാണ്. ഇവിടെ പല രൂപത്തിലാണ് ആപത്തുകൾ നമ്മളെ തേടി വരുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടാകുന്ന, അവൾക്കുണ്ടാകുന്ന ഏതൊരു സങ്കീർണമായ അവസ്ഥകളെയും, അത് അപകടങ്ങളാകാം, അസുഖങ്ങളാകാം, ഏതൊരുവിധ സങ്കടങ്ങളുമാകാം, ഇതെല്ലാം ആ വ്യക്തിക്കുണ്ടാകുന്ന ആപത്തുകൾ തന്നെയാണ്. നാം ഓരോരുത്തരും നാമം ജപിക്കുന്നവരാണ്. അത് പ്രത്യേകം കാര്യസിദ്ധിക്കായും അല്ലാതെ നിത്യേന ചൊല്ലുന്നതായും എല്ലാം. എന്നാൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി തുടരെ തുടരെ ആപത്തുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നാം പലതും ചിന്തിച്ചേക്കാം. നിത്യവും നാമജപങ്ങളെല്ലാം മുടങ്ങാതെ ചെയ്തിട്ടും എന്തേ ഇങ്ങനെ ഭവിക്കുന്നുവെന്ന്. അവിടെ നമ്മുടെ നിഷ്ഠകൾക്കും പ്രാർത്ഥനകൾക്കും ഫലമില്ലാത്തത് കൊണ്ടല്ലെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഓരോ ദേവതകൾക്കും ഉള്ള മന്ത്രങ്ങൾ പലതാണ്. ഓരോ മന്ത്രങ്ങൾക്കുള്ള ഫലങ്ങളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ജീവിതാവസ്ഥകളിൽ ഉലയുമ്പോൾ നാം പ്രാർത്ഥിക്കേണ്ട, ഉപാസിക്കേണ്ടത് മൃത്യുഞ്ജയമൂർത്തിയായ സാക്ഷാൽ മഹാദേവനെയാണ്. മഹാദേവൻ വളരെ കരുണയുള്ളവനും പരോപകാരിയും ക്ഷിപ്രപ്രസാദിയുമാണ്. ഒപ്പം തന്നെ സ്രഷ്ടാവായും സംഹാരകനായും ആരാധിക്കപ്പെടുന്നു മഹാദേവൻ. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും അകറ്റാൻ മഹാദേവന്റെ മന്ത്രങ്ങൾ ഉരുവിടുന്നതിലൂടെ സാധിക്കും. അതിനായി ശ്രേഷ്ഠമായൊരു മന്ത്രത്തെ ഇവിടെ പറയാം. രാവിലെയോ വൈകിട്ടോ വിളക്കു കൊളുത്തി ശുദ്ധിയോടെ മനസ്സിൽ പാർവതീ സമേതനായ ഗൗരീനാഥനായ വളരെ സന്തോഷത്തോടെ ശാന്തമായി ഇരിക്കുന്ന മഹാദേവനെ ധ്യാനിച്ച് നമ്മുടെ സർവത്ര ആപത്തുകളും അകലുവാനായി ഉള്ളുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് 108 തവണ ഈ മന്ത്രം ഉരുവിടുക. അതിനു സാധിക്കാത്തവർ മാത്രം ഏറ്റവും കുറഞ്ഞത് 7 തവണയെങ്കിലും ജപിക്കുക. ഗൗരീനാഥായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ ശിവ പ്രചോദയാത്.